ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ മുത്തുമണീസിനും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് കരുതുന്നു. അപ്പം നമ്മുടെ സാന്ത്വനം 2ൻ്റെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനുമോളെ രണ്ടും കൽപ്പിച്ച് തന്നെ ഇടത് കാല് വെച്ച് നമ്മുടെ അലോകിൻ്റെ ജീവിതത്തിലോട്ട് കടക്കുകയാണ് അല്ലേ. പക്ഷേ ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുമോളെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ഈ ഒരു വഴി തിരഞ്ഞെടുക്കുന്നത്. കാരണം തൻ്റെ അച്ഛനോടും അമ്മയോടും തൻ്റെ കുടുംബത്തിനോടും അലോക് കാണിച്ച ഈ ഒരു തെണ്ടിത്തരത്തിന് നല്ല മറുപടി തന്നെയാണ് നമ്മുടെ അനുമോള് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അനുമോള് നമ്മുടെ ജീവൻ്റെ അമ്മയും ഒക്കെ വളരെ മോശമായ രീതിയിൽ ജീവൻ്റെ അമ്മ ജലജ ഭയങ്കര മോശമായിട്ട് ആട്ടിത്തുപ്പുന്ന കണക്കാണ് നമ്മുടെ ബാലൻ്റെ അടുത്തൊക്കെ സംസാരിച്ചത്. അപ്പം നമ്മുടെ അനുമോള് അതിനെല്ലാം നമ്മുടെ ബാലൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. അച്ഛൻ എന്നോട് പൊറുക്കണം, അച്ഛൻ ഒരിക്കലും എന്നെ ശപിക്കരുത്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ആയിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, കാല് പിടിച്ചുകൊണ്ട്. അപ്പോൾ ബാലന് ഉള്ളിലറിയാം അനുമോള് എന്തോ ഭയപ്പെട്ടിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ അവൾ വന്നു പോയത്. കാരണം അവൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞ് ഈ ഒരു കാര്യത്തിന് അവൾ നിൽക്കില്ല എന്നുള്ള കാര്യം ബാലന് നന്നായിട്ടറിയാം. പിന്നെ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സ്റ്റോറി ഇനി വരാനിരിക്കുന്നതിൻ്റെ ഒരു ഇത് കേൾക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കുന്നതിനോടൊപ്പം ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. അതോടൊപ്പം പുതുതായിട്ട് വരുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഈ സാന്ത്വനം 2ൻ്റെ സെയിം സീരിയൽ തമിഴിൽ നമുക്ക് ഓടുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാവോന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏകദേശം ഒരു എന്താ പറയുക, ഏകദേശം ഫുൾ സെയിം തന്നെയായിട്ടാണ് എപ്പിസോഡുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡും ഏകദേശം സെയിം നമ്മുടെ മലയാളത്തിൽ വരാനുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ അനുമോൾ ഇങ്ങനെ ബാലൻ്റെ കാല് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ബാലൻ പറയുന്നുണ്ട്, ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മകളില്ല, ഞാൻ ഇന്ന് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങ് അകത്ത് കയറി പോവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗോമതിയുടെ റോളാണ്. ഗോമതി അങ്ങോട്ട് വരണം. ഗോമതി വന്നിട്ട് പറയും, നീ ഒരു കാലത്തും നീ നന്നാവില്ലടി, നീ നശിച്ച് നീ നാരായണക്കല്ലെടുക്കൂടി എന്നുള്ള രീതിയിൽ ശപിക്കുകയാണ് കേട്ടോ. അനുമോള് പൊട്ടിക്കരയണം കേട്ടോ. എന്നിട്ട് ഗോമതി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അങ്ങ് അകത്തേക്ക് കയറിപ്പോവാണ്. അപ്പോഴേക്കും നമ്മുടെ 3 ഏട്ടത്തിമാരാണ്. ആരൊക്കെയാണ്? നമ്മുടെ ദേവിയും മിത്രയും മീനാക്ഷിയും ഒക്കെ വരണം. മോളെ, നീ എന്തിന് ഈ ഒരു അവിവേകം ചെയ്തു? നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഞങ്ങളോടെങ്കിലും പറയണ്ടേ? നിന്നെ ഒരു അനുജത്തിയായിട്ടല്ല, ഞങ്ങൾ നിന്നെ ഒരു മോളെ പോലെ അല്ലേടി മോളെ സ്നേഹിച്ചത്. നീ എന്തിന് ഈ ഒരു കൊടും ക്രൂരത നീ ചെയ്തു? നിനക്ക് ഒരു കാര്യം നിനക്ക് ഓർത്തുകൂടെ, നമ്മുടെ ദേവി ഏട്ടത്തിയുടെ കുഞ്ഞിനോട് അലോക് ചെയ്ത ആ ഒരു ക്രൂരത മാത്രം ഓർത്താൽ മതിയല്ലോ മോളെ. നീ ഈ ഒരു കാര്യം ചെയ്യുമായിരുന്നോ? ഞങ്ങൾക്കൊന്നും നിന്നോട് പറയാനില്ല, നീ ഈ എടുത്ത തീരുമാനം വളരെ തെറ്റായിപ്പോയി എന്നൊക്കെ 3 ഏട്ടത്തിമാരും മാറി ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറയുന്ന സീനാണ് കേട്ടോ. പക്ഷെ അനുവിന് ഒന്നും പറയാനില്ല, പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനു. അത് കഴിഞ്ഞ് 3 ഏട്ടന്മാരും ധർമ്മനും ഒക്കെ വരെയാണ്. എന്നിട്ട് ആനന്ദും എല്ലാവരും വരെയാണ് കേട്ടോ. കാരണം വെച്ചാൽ ആകാശവും ആനന്ദും ഒക്കെ വന്നിട്ട് പറയുന്നുണ്ട്, എന്നാലും നീ ഞങ്ങളുടെ ഈ കുഞ്ഞനിയത്തി ഇത്രയും വലിയൊരു നാണക്കേട് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തു വെക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ധർമ്മം പറയും, എന്നാലും മോളെ, ഞാൻ നിന്നെ ശപിക്കാനൊന്നും നിൽക്കുന്നില്ല, പക്ഷെ ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിച്ചോട്ടെ, നിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ? ദേവമംഗലത്തെ എല്ലാ പേരെയും കൊന്നുകളയുമെന്നോ മറ്റോ പറഞ്ഞ് നിന്നെ ആരെങ്കിലും ഇതിന് കൂട്ടുനിന്ന് പ്രേരിപ്പിച്ചാണോ നീ ഇതിലേക്ക് പോയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സുകന്യയുടെ മുഖമൊക്കെ ആകെ പേടിക്കുകയാണ്. കാരണം ഇനി എങ്ങാനും അനു പറഞ്ഞു കൊടുക്കുമോ താൻ ഇതിൽ പങ്കാളിയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ അനു പറഞ്ഞു, അല്ല മാമ, ഞാൻ സ്വയം തീരുമാനിച്ചെടുത്ത കാര്യം തന്നെയാണ്. എനിക്കൊരിക്കലും 2 പേരും ജീവനെയും അല്ലെങ്കിൽ അലോകിനെയും കൂടെ ഒരിക്കലും വഞ്ചിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്നുള്ളത് നമ്മുടെ അനു ധർമ്മൻ്റെ അടുത്ത് പറയണം. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, എനിക്കിനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നന്നായി വാ മോളെ എന്ന് പറഞ്ഞിട്ട് ധർമ്മനും അങ്ങ് അകത്ത് സുകന്യ അങ്ങ് പോണ്. അപ്പോഴേക്കും സുകന്യ അവിടെ നിന്നുകൊണ്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ അലോകിൻ്റെ അടുത്ത് ഞാൻ പിന്നെ വരാം എന്നൊക്കെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ പതുക്കെ കാണിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. എന്നിട്ട് നേരെ അകത്ത് കയറി ദേവമംഗലത്ത് ബാലൻ ഡോറും ജനലും എല്ലാം അടച്ചിടുന്നു. കാരണം അനുവിനെ കാണുകയും വേണ്ട, അനു അങ്ങോട്ട് വരെയും വേണ്ട എന്നുള്ള രീതിയിൽ എന്നേക്കുമായി അടച്ചിടും പോലെ
പോലെയുള്ള ആ മനപ്രയാസം കൊണ്ട് നമ്മുടെ ബാലൻ ഡോറൊക്കെ കൊട്ടി അടയ്ക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ പിന്നെ ആരാണ് നമ്മുടെ രാജശ്രീയും അച്യുതനൊക്കെ ഇങ്ങോട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഇന്ദിരാമ എല്ലാവരും പറയുന്നത്. അപ്പോൾ രാജശ്രീ പറയുന്നുണ്ട്, എൻ്റെ മോൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തില്ലേ, കണ്ടില്ലേ അച്ചുവേട്ടാ, അവൻ ചെയ്ത കണ്ടില്ലേ. എന്നിട്ട് ഏട്ടത്തി അമ്മേ നിങ്ങൾ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്, നമ്മുടെ അലോകിൻ്റെ പെണ്ണിന് നമ്മുടെ അനുമോളെ നിലവിളക്ക് എടുത്തുകൊണ്ടൊന്ന് സ്വീകരിക്കുക. പക്ഷേ സത്യം പറഞ്ഞാൽ ഇന്ദിരാമയുടെ ചെറുമോള് ഇങ്ങനെ വന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പം അച്യുതനും പറഞ്ഞു, ഏട്ടൻ വാ ഏട്ടാ, നമുക്കിനിയിപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് തീരുമാനിച്ച് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു റിസപ്ഷൻ അറേഞ്ച് ചെയ്താലോ എന്ന് അച്യുതൻ പറയാം. അപ്പോൾ പറയും, ആദ്യം പെൺകുട്ടിയെ ഒന്ന് പിടിച്ച് വലതുകാല് വെച്ച് കയറ്റ്, റിസപ്ഷനും കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശാന്തമായിട്ട് വരട്ടെ, എന്നിട്ട് മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നമ്മുടെ രാജശ്രീയും അതുപോലെ തന്നെ ഇന്ദിരാമയൊക്കെ നിലവിളക്കുമായിട്ട് നമ്മുടെ അനുവിനെ കൊണ്ട് അകത്തോട്ട് കയറാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയം അലോക് പതുക്കെ ചെന്നിട്ട് അനുവിൻ്റെ അടുത്ത് നോക്കി, എടി പിശാചേ, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, നീ രണ്ടും കൽപ്പിച്ചാണല്ലോടി ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അനുമോള് പറയും, അതെ ഇത് അലോകിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു മധുര പ്രതികാരമാണ് എന്നിങ്ങനെ പറയും. കാരണം എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയും ഏട്ടന്മാരെയും ഏട്ടത്തെയും എൻ്റെ കുടുംബത്തെയും ഇത്രയും അവഹേളിച്ച് നിങ്ങൾക്ക് ഈ ഒരു മധുര പ്രതികാരമെങ്കിലും ഞാൻ ചെയ്യേണ്ട അലോകെ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അലോകിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല, പെട്ടുപോയില്ലേ. ഇനി താനേ എങ്ങനെയാണ് ഇനി ഈ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി താൻ കോടീശ്വരിയെ കല്യാണം കഴിച്ച് ജീവിക്കണേ എന്നൊക്കെ ഇനി എനിക്ക് അറിയണമെന്ന് പറയും കേട്ടോ. ആ സമയം നമ്മുടെ ഇന്ദിരാമ്മയ്ക്ക് നിലവിളക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ നമ്മുടെ അനുവിനെ വലത് കാല് വെച്ച് കയറാൻ പറയണം. പക്ഷെ അനു മനസ്സുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്, ഈ കൃഷ്ണമംഗലം കുടുംബം മുടിഞ്ഞ് മുള്ളു വാരണേന്ന് പറഞ്ഞ് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ഇടത് കാല് വെച്ച് അങ്ങോട്ട് കയറണം കേട്ടോ. ഈ കയറി കഴിയുമ്പോഴത്തേക്ക് നേരെ അനുവിനെ അലോകിൻ്റെ റൂമിലോട്ട് വിടുകയാണ്. അപ്പോൾ ഈ സമയം അലോക് റൂമിൽ വന്നിട്ട് ആ ഡോർ അങ്ങ് ക്ലോസ് ചെയ്തിട്ട് ചോദിക്കും, എടി പിശാചേ, നീ എന്തിനാണ് ഇങ്ങനത്തെ ഒരു കടുങ്കൈ ചെയ്തത്, എൻ്റെ ജീവിതം കൂടെ തുലയ്ക്കാനാണോടി. അങ്ങനെ നിങ്ങൾ മാത്രം സുഖിച്ച് ജീവിക്കണ്ട. അനുമോള് പറഞ്ഞു, അതെ കോടീശ്വരം കിട്ടി അങ്ങോട്ട് സുഖിച്ച് അങ്ങ് ജീവിക്കാമെന്ന് വിചാരിച്ചോ, അങ്ങനെ നിങ്ങളെ ഞാൻ സുഖിക്കാൻ വിടില്ല. ഇനി മുതൽ നിയമപ്രകാരം നിങ്ങളുടെ ഭാര്യ ഈ അനുശ്രീ ആയിരിക്കും എന്ന് പറഞ്ഞു. എനിക്ക് കാണണം, നിങ്ങളിനി വേറൊരു ജീവിതത്തിലോട്ട് പോകണമെങ്കിലേ ഞാൻ നിങ്ങൾക്ക് വിവാഹമോചനം തരണം, അല്ലാണ്ട് നിങ്ങൾക്ക് വേറൊരു ജീവിതം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനു നല്ല മാസ് ഡയലോഗ് അലോകിനിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശി വന്നിട്ട്, മുത്തശ്ശിയാണോ അതോ രാജശ്രീ ആണെന്ന് തോന്നുന്നു, വന്നിട്ട് മുത്തശ്ശിയാണെന്ന് തോന്നുന്നു, അതെ നിങ്ങളിപ്പോഴേ ഡോറൊക്കെ കുറ്റിയിട്ടേ ഇപ്പോഴേ ഒന്നും ആയിട്ടില്ല, മണിയറയൊക്കെ ഒരുക്കാനുണ്ട്, ഇപ്പോഴേ ഒന്നും നിങ്ങൾ അതിൽ തിടുക്കം കാണിക്കണ്ട. അപ്പോഴേക്കും നമ്മുടെ അലോക് എൻ്റെ മുത്തശ്ശി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പല്ലും കടിച്ചും കൂടെ ദേഷ്യപ്പെട്ട് അലോക് അങ്ങോട്ട് ഇറങ്ങി പോകണം കേട്ടോ. ഈ സമയം അനുശ്രീയുടെ അടുത്ത് പറയും, മോളെ നീ മുത്തശ്ശി പറയണം, നീ എടുത്ത തീരുമാനം ശരിക്കും ഒരു ഇതായിപ്പോയി. ഇനിയിപ്പോൾ എന്തായാലും നീ ഈ വീട്ടിലെ മരുമകളായി വന്നില്ലേ, പിന്നെ എൻ്റെ ചെറുമോള് തന്നെ എനിക്ക് എൻ്റെ മോള് എന്നെ ഇങ്ങ് വന്നല്ലോ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ അലോകിനെ കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിനക്കത് മുന്നേ കൂട്ടി തന്നെ നിനക്ക് പറയാമായിരുന്നു, എങ്കിലത് വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് വേണ്ടുന്ന പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തനെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയണം. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മുടെ അനു റൂമിൽ ഇരുന്ന് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. തൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇന്ന് ജീവനുമായിട്ട് വിവാഹം കഴിക്കേണ്ടിയിരുന്ന ആളാണ് താൻ, പുതിയൊരു കുടുംബ ജീവിതം തുടങ്ങേണ്ട ആളായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയം നമ്മുടെ രാജശ്രീ അച്യുതനും കൂടെ റൂമിൽ ഇരുന്ന് രാജശ്രീ അച്യുതൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നമ്മുടെ അലോകിൻ്റെ അമ്മയും അച്ഛനുമാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതെ നമുക്ക് അവർക്ക് വേണ്ടി മണിയറയൊക്കെ ഒരുക്കണ്ടേ, നല്ല രീതിയിൽ ഒരുക്കണം, നമ്മുടെ മോൻ്റെ കല്യാണം അവൻ പറഞ്ഞതുപോലെ വാക്ക് പാലിച്ചു, അനുവിനെ തന്നെ കല്യാണം കഴിച്ചില്ലേ. അതെ രാജശ്രീയുടെ മുഖം ഒരു മിനിറ്റ് വാടി, അതെ ആ ബാലൻ ഈ അനുവിന് 75 പവൻ്റെ സ്വർണവും 10 ലക്ഷം രൂപ ബാങ്ക് ബാലൻസും ഒരു കാറൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാണ്, ഇനിയിപ്പോൾ അതൊക്കെ കിട്ടുമോ. അപ്പോൾ നമ്മുടെ അച്യുതൻ പറഞ്ഞു, എടി ദേവമംഗലം എന്തായാലും അവരെ വീതം വെക്കുമ്പോൾ അനുവിന് കൊടുക്കാനുള്ളത് എന്തായാലും കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജശ്രീക്കൊരു സന്തോഷമൊക്കെ ആയി കേട്ടോ. അങ്ങനെ നന്നേ ദിവസം വലിയ പരിപാടികളൊന്നും വെച്ചില്ല. അങ്ങനെ അവരുടെ ആദ്യ രാത്രി കാര്യങ്ങളൊക്കെ ആവുകയാണ്. പക്ഷേ അവരുടെ ആദ്യ രാത്രിയും കാര്യങ്ങളും ഒന്നുമില്ല, രണ്ടും കീരിയും പാമ്പും പോലെയാണ്. അലോകിനാണെങ്കിൽ അനുവിനെ കണ്ണെടുത്താൽ കണ്ടില്ല. അനുവിന് പറയേണ്ട കാര്യമുണ്ടോ അലോകിനെ, തൻ്റെ ജീവിതം ഈ മാതിരി ആക്കി അലോകിനെ ഒരു
ഒരു കണ്ണു മുന്നേ നിൽക്കുന്നത് പോലും അനുവിനും ഇഷ്ടമല്ല. അങ്ങനെ ആ ദിവസം അങ്ങനെ കഴിഞ്ഞൊക്കെ പോവുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ എന്നെ അലോക് എഴുന്നേറ്റപ്പോൾ അനുവിനെ കാണാനില്ല കേട്ടോ. അപ്പോൾ അലോക് വെളിയിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മേ അനു എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവൾ അമ്പലത്തിൽ പോയി, പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, പോയിട്ടേ വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അവൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോടാ മോനെ, അപ്പോൾ അതൊക്കെ ദൈവമംഗലത്തല്ലേ, ഇനിയിപ്പോൾ അവൾക്ക് ഇടാനോ എന്തെങ്കിലുമൊക്കെ മാറി കൊടുക്കാനൊക്കെ വേണ്ടേ. അങ്ങനെ നമ്മുടെ അനു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാറിലൊക്കെ വരെയാണ് കേട്ടോ. കാറൊക്കെ പിടിച്ച് വരെയാണ്. നോക്കുമ്പോൾ അനു കുറേ പർച്ചേസിങ് ഒക്കെ ചെയ്ത് വന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കും റൂമിലോട്ട് എത്തിയിട്ട് അലോകിൻ്റെ അടുത്ത് പറയാം, അതെ ഞാനൊരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു എന്ന് ചോദിച്ചു. ഞാനൊരു 10-20 പവൻ്റെ സ്വർണം മേടിച്ചിട്ടുണ്ട്, പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വേണമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. കാരണം വില കൂടിയ ചുരിദാറോ സാരിയോ ഒന്നും തന്നെ എനിക്കില്ല. ഇനിയിപ്പോൾ എന്നെ ഒരു പുതുവെണ്ണിനെ കാണാനായിട്ട് പലരും വരും, നമുക്ക് പല സ്ഥലത്തുമൊക്കെ പോവേണ്ടി വരില്ലേ, അപ്പം നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് വേണ്ടേ എന്ന് കരുതി. അപ്പം നമ്മുടെ അലോക് ചോദിച്ചു, അല്ല ഇതിന് നിനക്ക് പൈസയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഉണ്ടോയെന്നുള്ള രീതിയിൽ ചോദിക്കണം. അപ്പോഴാണ് നമ്മുടെ അലോകിൻ്റെ അടുത്ത് നമ്മുടെ അനു പറയണത്, അതെ ഞാൻ അലോകിൻ്റെ ക്രെഡിറ്റ് കാർഡും കൊണ്ടാണ് പോയെന്ന് പറഞ്ഞു കേട്ടോ. എടി ദുഷ്ടൻ, നീ എൻ്റെ ക്രെഡിറ്റ് കാർഡും കൊണ്ട് പൈസ മൊത്തം തൊലച്ച് തീർത്തോടി എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അനു പറയും, അതെ നിങ്ങളുടെ സ്റ്റാറ്റസിനൊത്ത് എനിക്ക് നടക്കണം, എനിക്ക് ഇടാനോ ഉടുക്കാനോ ഒരു സാധനമില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അവസാനം അലോക് നെറ്റിക്ക് കൈ വെച്ച് ഇങ്ങനെ ഇരുന്ന് പോകണേ, എവൾ എന്നെ കൊണ്ട് കുത്തുവാളെടുപ്പിക്കും, എവൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം ഇങ്ങനെ ഓർത്ത് അലോക് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ സമയം നമ്മുടെ ഇന്ദിരാമ്മ അനു അത് കഴിഞ്ഞ് അനു ഹോളിലോട്ട് എന്തോ വന്നപ്പോൾ ഇന്ദിരാമ്മ പറഞ്ഞ്, എടി പൊന്നു മോളെ കലക്കിയിട്ടുണ്ട് കേട്ടോ, കലക്കി എന്തായാലും അത് കലക്കി നീ ചെയ്തത്. അപ്പോൾ പറഞ്ഞ്, അതെ ഞാൻ നിന്നോട് വേറൊരു രഹസ്യം കൂടെ പറയാമെന്ന് പറഞ്ഞിട്ട് ഇന്ദിരാമ്മ നമ്മുടെ അനുമോളടുത്ത് പറയുന്നുണ്ട്, ഇനി അലോകിൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷും കൂടെ വേറൊരു അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ആണോ മുത്തശ്ശി, ഞാനൊരു കാറും കൂടെ വാങ്ങാനായിട്ട് ഇരിപ്പുണ്ട്. അതെ എത്ര രൂപ ഉണ്ടാവും മുത്തശ്ശി എന്ന് മുത്തശ്ശിയോട് ചോദിക്കുന്നത്. അതൊരു ഏകദേശം 10-40 ലക്ഷം രൂപ വരും. എന്നാൽ അത്രയും രൂപ, ഒരു 10-35-37 ലക്ഷം രൂപയുടെ ഒരു കാറ് തന്നെ ഞാൻ മേടിക്കും. അതിന് നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാവോടി മോളെ എന്ന് ഇന്ദിരാമ്മ ചോദിക്കുകയാണ്. അതൊക്കെ പുത്തൻ വണ്ടി എടുത്തിട്ട് അതിൽ തന്നെ ഞാൻ പഠിക്കും, ഡ്രൈവിങ്ങും വണ്ടി ഓടിക്കലും ഒക്കെ പുത്തൻ വണ്ടിയിലായിക്കോട്ടെ മുത്തശ്ശി, അതെങ്ങനെയുണ്ട്. മുത്തശ്ശി പറഞ്ഞു, ഡബിളായി കലക്കിയടി മോളെ എന്നൊക്കെ പറയണം കേട്ടോ. അങ്ങനെ എന്തായാലും സത്യം പറഞ്ഞാൽ നമ്മുടെ അലോകിൻ്റെ ജീവിതം കുത്തുവാളെടുപ്പിക്കാൻ തന്നെ നമ്മുടെ അനു ഒരുങ്ങിക്കഴിഞ്ഞു. അനു അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്തത്. അവസാനം അലോക് കോലൊടിക്കുന്ന മട്ടിലെത്തുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സാന്ത്വനം 2ൻ്റെ ഈ ഒരു പുതിയ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. ഇനി വരാനിരിക്കുന്ന സീനുകളിൽ വരുന്ന ഒരു ഇതാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ബാലൻ്റെയും നമ്മുടെ ഗോമതിയും അവരൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കാരണം തൻ്റെ ഒരേ ഒരു പൊന്നു മോളല്ല അവൾ, അങ്ങനെ ഒരു പോയി, അതും അലോകിനെ പോലെയുള്ള ഒരു വേറെ ഏതൊരു വ്യക്തിയായിരുന്നാലും അവർക്ക് വിഷയമുള്ള കേസല്ലായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ സഹിക്കും എന്നൊക്കെ ഉള്ളത് ഓർത്തിട്ട് ആകെ ഒരു വിഷമമായിപ്പോയി. അങ്ങനെ നമ്മുടെ സാന്ത്വനം 2ൻ്റെ ഈ വിശേഷം എല്ലാവരും കേൾക്കുക. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ലൈക്ക് അടിക്കുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ പുതുതായിട്ട് വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.